ഹായ്, ഞങ്ങളുടെ ബെൽജിയം ട്രിപ്പിലേക്ക് സ്വാഗതം. ഇതാണ് നെതർലാൻഡ്സിലെ റോട്ടർഡാം സെൻട്രൽ സ്റ്റേഷൻ. ട്രെയിൻ ഒരു 10 മിനിറ്റ് ലേറ്റായി. അങ്ങനെ കാത്തിരുന്ന് ദാ വരുന്നു യൂറോ സ്റ്റാർ ട്രെയിൻ. വെസ്റ്റേൺ യൂറോപ്പിലെ തന്നെ ഹൈ സ്പീഡ് ട്രെയിൻ. ബെൽജിയം, ഫ്രാൻസ്, ജർമ്മനി, UK, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളൊക്കെ കണക്ട് ചെയ്തു പോകുന്ന റെയിൽ സർവീസ്. ഞങ്ങളിപ്പോൾ പോകുന്നത് ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലായ ബ്രസൽസിലേക്കാണ്. ഇവിടുന്ന് ബ്രസൽസിലേക്ക് 1.5 മണിക്കൂർ സമയമേ ട്രെയിനിൽ എടുക്കുള്ളൂ. ഇതിൻ്റെ അകത്ത് നല്ല റെഡ് കളർ സീറ്റും നല്ല റെഡ് കളർ ഇൻറ്റീരിയറും ഒക്കെ ആയിട്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഒരു കഫേയും കൂടി അവിടെയുണ്ട്. അങ്ങനെ ഞങ്ങൾ 1.5 മണിക്കൂറിനുള്ളിൽ ബ്രസൽസിലെത്തി. ഇവിടുന്ന് നേരെ ടാക്സി പിടിച്ച് എയർബിഎൻബി വഴി ബുക്ക് ചെയ്ത അപ്പാർട്ട്മെൻറ്റിലേക്ക്. നല്ലൊരു ലിവിങ് ഏരിയയും ഒരു ഡൈനിങ് ഏരിയയും നല്ലൊരു ഓപ്പൺ കിച്ചണൊക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി അപ്പാർട്ട്മെൻറ്റ്. ഇവിടെ ഞങ്ങളെ വെൽക്കം ചെയ്തുകൊണ്ട് ഒരു വെൽക്കം നോട്ടും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നല്ല ബെൽജിയം ചോക്ലേറ്റും ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റാണ്. ഇന്ന് ബ്രസൽസിലെ ഫസ്റ്റ് ഡേ ആണ്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് തൊട്ടടുത്ത് തന്നെയായിരുന്നു മെട്രോ സ്റ്റേഷനും. അങ്ങനെ റെഡി ആയിട്ട് ബ്രസൽ സിറ്റിയിലെ കാഴ്ചകൾ കാണാനായിട്ട് പോവാണ് കേട്ടോ. ഇവിടെ നിന്ന് 15 മിനിറ്റ് സമയമെടുത്തു ഈ സിറ്റിയിൽ എത്താനായിട്ട് കേട്ടോ. ഇവിടെ നല്ല രീതിയിലുള്ള തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 8 ഡിഗ്രി 9 ഡിഗ്രി ഒക്കെ ടെമ്പറേച്ചറുണ്ട്. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ജോണിയും മിസ്സിയും ഇവിടെ ഹാപ്പി ആയിട്ട് കൈയും പിടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഗ്രാൻഡ് പ്ലേസ്. ബെൽജിയത്തിലെ ബ്രസൽസിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ ഗ്രാൻഡ് പ്ലേസ്. യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണിത്. ഈ ബിൽഡിങ്ങുകളെല്ലാം തന്നെ വളരെ പഴക്കമുള്ളതും അതുപോലെ തന്നെ അതിൻ്റേതായ രീതിയിൽ വ്യത്യസ്തമുള്ളതാണ് കേട്ടോ. അങ്ങനെ ഈ ബിൽഡിങ്ങുകളെല്ലാം ചുറ്റപ്പെട്ട ഒരു സ്ക്വയർ, അതിനുള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ബിൽഡിങ്ങുകളെല്ലാം തന്നെ കിങ്ങിൻ്റെ ഹൗസും ഓഫീസുകളും അതുപോലെ ടൗൺ ഹാളും മറ്റുമായിരുന്നു ഈ ബിൽഡിങ്ങുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഇവിടെ വന്നാലേ എന്തായാലും കഴിച്ചിരിക്കേണ്ട ഫുഡ് ഐറ്റംസിൽ ഒന്നാണ് ഫ്രൈസ്. ബെൽജിയം ഫ്രൈസ്. കുറേയൊക്കെ ഫ്രൈസുകൾ കഴിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് ഇതിന് ഇത്രയും സ്പെഷ്യാലിറ്റി എന്നറിയാനായിട്ട് ഞങ്ങളും ഓർഡർ ചെയ്തു ബെൽജിയം ഫ്രൈസ് വിത്ത് മസ്റ്റാർഡ് സോസ്. സോസുകൾ കുറേ എണ്ണം ഇവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. അതിൽ ഞങ്ങൾ ചൂസ് ചെയ്തത് മസ്റ്റാർഡ് സോസ് ആയിരുന്നു. പക്ഷേ സോസിന് അത്യാവശ്യം നല്ല രീതിയിൽ ഉപ്പ് കൂടുതലായിപ്പോയി. പക്ഷേ ഫ്രൈസ് നല്ലതായിരുന്നു. ഫ്രൈസ് നല്ല ക്രിസ്പി ആയിരുന്നു. ഫ്രൈസിന് എന്തൊക്കെയോ നല്ല സ്പെഷ്യാലിറ്റി തോന്നിപ്പോയി. പക്ഷേ സോസിന് ഉപ്പ് കൂടിപ്പോയി. അതുകൊണ്ട് കഴിക്കാൻ അത്ര അങ്ങോട്ട് രസം ഉണ്ടായില്ല. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടുത്തെ സ്ട്രീറ്റൊക്കെ കാണാനായിട്ട് അടിപൊളിയാട്ടോ. കുറേ റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തന്നെയുണ്ട്. എല്ലാ ബിൽഡിങ്സിനിടയിൽ കൂടെയൊക്കെ റോഡുകളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ റൂട്ട് തെറ്റാൻ വളരെ എളുപ്പമായിരുന്നു. അങ്ങനെ റൂട്ട് തെറ്റി അവസാനം ഞങ്ങൾ ഗൂഗിൾ എച്ചിൻ്റെ ഹെൽപ്പ് ചോദിച്ചു. അങ്ങനെ ഗൂഗിൾ എച്ച് ഞങ്ങൾ എത്തിച്ചിരിക്കുകയാണ് വാഫിൾ ഫാക്ടറി. നെക്സ്റ്റ് മസ്റ്റ് ട്രൈ ഐറ്റമാണ് ബെൽജിയം വാഫിള്. ഇതൊരു ഒന്നൊന്നര ഐറ്റമായിരുന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. സൂപ്പറായിരുന്നു ഇതിൻ്റെ ടേസ്റ്റ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് ഫ്ലോർ, ഷുഗർ, ബേക്കിംഗ് പൗഡർ, എഗ്ഗ്, മിൽക്ക്, ബട്ടർ ഇവയെല്ലാം ചേർത്ത് ഒരു അച്ചിലുണ്ടാക്കിയെടുക്കുന്നതാണ് ഈ വാഫിള്. ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് സിറപ്പും ക്രീമും ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാഫിൾസ് അവൈലബിൾ ആയിരുന്നു കേട്ടോ. അതിൽ ഞങ്ങൾ ചൂസ് ചെയ്തത് ഈ 3 എണ്ണമായിരുന്നു കേട്ടോ. ഈ വാഫിൾസ് നല്ല ക്രിസ്പി ആയിരുന്നു കഴിക്കാനായിട്ട്. ഈ ക്രിസ്പിയായ വാഫിൾസ് ആ ക്രീമും ചോക്ലേറ്റ് സിറപ്പും കൂടി കഴിക്കുമ്പോണ്ടല്ലോ ഒരു രക്ഷയില്ല. അടിപൊളിയായിരുന്നു ഇതിൻ്റെ ടേസ്റ്റ്. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ബ്രസൽസിൽ വന്നാൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒന്നാണ് ഇവിടുത്തെ ബെൽജിയത്തിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിമ്പിൾ, ഒരു സ്റ്റാച്യു, മാൻകൻ പീസ്. ഒരു കുട്ടി നിന്ന് മൂത്രമൊഴിക്കുന്നത്. 55.5 സെൻറ്റിമീറ്ററാണ് ഈ സ്റ്റാച്യുവിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇതിന് പിന്നിൽ കുറേയേറെ സ്റ്റോറീസ് ഉണ്ട് കേട്ടോ. അതിൽ ഒരു സ്റ്റോറിയാണ് ബ്രസൽസിന് തീയിടാനായിട്ട് ശത്രുക്കൾ വന്നപ്പോൾ ആ തീയുടെ ഫ്യൂസിൽ ജൂലിയാൻ എന്ന കുട്ടി മൂത്രമൊഴിച്ച് ആ തീ കെടുത്തി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അതിൻ്റെ ആദരസൂചകമായിട്ടാണ് 1619 ഈ ബ്രോൺസ് സ്റ്റാച്യു ഇവിടെ സ്ഥാപിച്ചത്.
ഈ സ്റ്റാച്ചു ശരിക്കും നെയ്ക്കഡാണ് കേട്ടോ. ഇവിടുത്തെ ഫെസ്റ്റിവൽസും ഫംഗ്ഷൻസൊക്കെ വരുമ്പോൾ ഈ സ്റ്റാച്ചുവിന് ഡ്രസ്സ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഇന്ന് ഇവിടെ ഒരു കോൺവെക്കേഷൻ സെറിമണി നടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സ്റ്റാച്ചുവിന് ഈ ഡ്രസ്സ് ഇടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സറൗണ്ടിങ്സിലുള്ള ഒരുവിധ ഷോപ്പുകളിലൊക്കെ നമുക്ക് ഇതുപോലത്തെ മാൻകൻ പീസ് സ്റ്റാച്യൂസ് കാണാൻ കഴിയും കേട്ടോ. ഇതൊരു ചോക്ലേറ്റ് ഷോപ്പാണ്. ഇവിടെയും നല്ല ക്യൂട്ടായിട്ടുള്ള മാൻകൻ പീസ് സ്റ്റാച്യൂസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ വീണ്ടും ഓർഡർ ചെയ്തു വേറെ ഷോപ്പിൽ നിന്ന് ഫ്രൈസ്, ബെൽജിയം ഫ്രൈസ്. ഈ വട്ടം ഞങ്ങൾ ചൂസ് ചെയ്തത് ഗാർലിക് സോസ് ആയിരുന്നു. അതിൻ്റെ കൂടെ നല്ല ഒനിയൻ ഫ്രൈസും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കുഴപ്പമില്ല, നല്ലതായിരുന്നു. ഫ്രൈസും നല്ലതായിരുന്നു, സോസും നല്ലതായിരുന്നു. അങ്ങനെ ഞാനും ആൽഫിനും കൂടി ഇവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുക കേട്ടോ. നമ്മൾ എവിടേക്ക് ട്രിപ്പ് വന്നാലും അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങണമല്ലോ. അങ്ങനെ നല്ലൊരു സോവനീർ തപ്പി ഇറങ്ങിയതാണ് ഞങ്ങൾ കേട്ടോ. ഇവിടെ കുറേ അധികം കളക്ഷൻസ് ഉള്ളതുകൊണ്ട് ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ്. അങ്ങനെ ഞങ്ങൾ സോവനീറൊക്കെ സെലക്ട് ചെയ്തു. ഞങ്ങൾ അടുത്ത് വന്നിരിക്കുന്നതാണ് ഗ്രാൻഡ് പ്ലേസ്. ഇതൊരു മാളാണ് കേട്ടോ. ഇരുവശങ്ങളും നിറയെ ഷോപ്പുകളൊക്കെ ആയിട്ടുള്ള ഒരു മാള്. ഇവിടെ നല്ല രീതിയിലുള്ള തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പ്രതീക്ഷിക്കാതെ മഴ വന്നു. അങ്ങനെ ഈ മഴയത്ത് ഞങ്ങൾ കാണാൻ വന്നിരിക്കുകയാണ് മോൺഡെസ് ആർട്സ്. ഇതൊരു റോയൽ ലൈബ്രറിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഫൈൻ ആർട്സിൻ്റെയും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെയൊക്കെ ഒരു മ്യൂസിയം കൂടിയും ഇവിടെയുണ്ട്. ഒരു നല്ലൊരു പബ്ലിക് ഗാർഡനും ഇവിടെ കാണാനായിട്ട് കഴിയും കേട്ടോ. മോൺഡെസ് ആർട്സ്. ബെൽജിയം എന്ന് കേൾക്കുമ്പോഴേ ആദ്യമായിട്ട് മനസ്സിലേക്ക് വരുന്നത് ബെൽജിയം ചോക്ലേറ്റ് ആണ്. അങ്ങനെ ബെൽജിയം ചോക്ലേറ്റ് വാങ്ങാനായിട്ട് ഒരു ഷോപ്പിലേക്ക് വന്നേക്കാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ കുറേ അധികം ചോക്ലേറ്റ്സുകൾ ഇവിടെ കണ്ടു കേട്ടോ. പല ടൈപ്പ് ഓഫ് ചോക്ലേറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ എന്താണ് വാങ്ങേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലിരിക്കുമ്പോഴാണ് ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള മാൻകൻ പീസിൻ്റെ ചോക്ലേറ്റും കണ്ടത് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഈ ചോക്ലേറ്റ് എന്തായാലും കഴിക്കാൻ തോന്നില്ല, അതുകൊണ്ട് വാങ്ങിക്കാൻ പോയില്ല. അങ്ങനെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതായിരുന്നു. പ്ലെയർ, ചുറ്റിക, കീ, അതുപോലെ തന്നെ ലോക്കും കീയും നട്ടും ബോൾട്ടും ഇവയെല്ലാം തന്നെ ചോക്ലേറ്റുകളാണ് കേട്ടോ. ആദ്യമായിട്ടാണ് പല ടൈപ്പ് ചോക്ലേറ്റ് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇതുപോലത്തെയൊക്കെ ചോക്ലേറ്റുകൾ കാണുന്നത് കേട്ടോ. ഇതെന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. അങ്ങനെ ഇവിടുന്ന് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വന്നത് ഗ്രാൻഡ് പ്ലേസ്. ഇന്ന് രാവിലെ കണ്ട ഗ്രാൻഡ് പ്ലേസിൻ്റെ നൈറ്റ് വ്യൂ ആണിത് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഗ്രാൻഡ് പ്ലേസ്. ഇന്ന് ബ്രസൽസിലുള്ള ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ഈ നേരെ കാണുന്നതാണ് അറ്റോമിയം. ഇത് കണ്ടപ്പോൾ തന്നെ ഓർമ്മ വന്നത് കെമിസ്ട്രി ആട്ടോ. ഇതിൽ കറക്റ്റ് വ്യൂ കിട്ടുന്നില്ല. ഈ മരത്തിൻ്റെ ചില്ലകളൊക്കെ കാരണമായിട്ട് ഇതിന് ഫുൾ വ്യൂ കിട്ടുന്നില്ല കേട്ടോ. ഇതൊരു യൂറോപ്പിലെ തന്നെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് കേട്ടോ. ഇത് ബ്രസൽസിലെ തന്നെ ഒരു മോഡേണിസ്റ്റ് ബിൽഡിംഗ് ആണ്. ഈ മോഡേൺ ബിൽഡിംഗ് സ്ഥാപിച്ചത് 1958-ലാണ്. ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 335 ഫീറ്റാണ്. 9 സ്ഫിയേഴ്സ് ഉണ്ട്. ഈ 9 സ്ഫിയേഴ്സും കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു യൂണിറ്റ് സെൽ ഷേപ്പിലാണ്. അതുപോലെ തന്നെ ഈ സ്ഫിയേഴ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതും സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടാണ്. ഓരോ സ്ഫിയേഴ്സിലും എക്സിബിഷൻ ഹാളും റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ മറ്റ് ഇവൻറ്റ്സ് നടത്താനുള്ള ഹാളുകളും ഒക്കെയാണ് കേട്ടോ ഇതിനുള്ളത്. ഇതിൻ്റെ അകത്തേക്ക് കടക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല. ഇത് 10 മണിക്കാണ് ഇത് ഓപ്പൺ ചെയ്യുള്ളൂ. 11 മണിക്ക് നമുക്ക് തിരിച്ച് നെതർലാൻഡ്സിലേക്ക് ട്രെയിൻ ഉണ്ട്. അതുകൊണ്ട് ട്രെയിൻ മിസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുകയാണ് കേട്ടോ. ഒരുപാട് രസകരമായ കാഴ്ചകളും രുചികളൊക്കെ തന്ന ബ്രസൽസിനോട് ഞങ്ങൾ പറയുകയാണ് ബൈ.